രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി സമ്മതം നൽകി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബം. 900 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കുക. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഔദ്യോഗികമായ സമ്മതം കുടുംബം അറിയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ഏറെ വിവാദമായിരുന്നു. കാരണം ഡൽഹിയിലെ പൊതു ശ്മശാനമായ നിഗംബോധ് ഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അപ്പോൾ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയെ, പ്രത്യേകിച്ച് സിഖ് സമുദായത്തിനുള്ള ആദ്യ പ്രധാനമന്ത്രിയുടെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന ആരോപണം അന്ന് തന്നെ കോൺഗ്രസ് ഉയർത്തിയതാണ്. അതിനെതിരെ അന്ന് വലിയ രാഷ്ട്രീയ വിവാദം ഉയരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്രം കുടുംബത്തിന് സ്ഥലം അനുവദിച്ചത്. ഏതായാലും കഴിഞ്ഞ ആഴ്ച മൻമോഹൻ സിംഗിന്റെ മക്കളായ ദമൻ സിംഗും ഒപ്പം തന്നെ ഉപീന്ദർ സിംഗും അവിടെ സന്ദർശിച്ചു. അതിനുശേഷം കേന്ദ്രത്തിന് ഔദ്യോഗികമായി തന്നെ സമ്മതം അറിയിച്ചുകൊണ്ട് കുടുംബം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ 2 പ്ലോട്ടുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൊന്ന് മുൻ രാഷ്ട്രപതി കൂടിയായ പ്രണബ് മുഖർജിയുടെ കുടുംബത്തിന് സ്മാരകം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു. അതിൽ അവശേഷിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഏതായാലും മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാനായി അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും 900 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഏതായാലും അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2013 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നേതാക്കൾക്കായി, പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഒപ്പം തന്നെ മുൻ ഉപരാഷ്ട്രപതിമാർ തുടങ്ങിയവർക്ക് സ്മാരകം നിർമ്മിക്കാനായി ഒരു പൊതു സ്മാരകം എന്ന ആശയം കൊണ്ടുവന്നും അത് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഏതായാലും മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുങ്ങുന്നത്. കുടുംബം അനുമതി നൽകിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ആര്യ. ശരി രാഗേഷ്, എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്.